സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 2024 ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ബജാജ് പൾസർ 150യുടെ ട്വിൻ ഡിസ്ക്, അതായത് ഫ്രണ്ട് ബാക്ക് ഡിസ്ക് വിത്ത് ABS വരുന്ന പുതിയ മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനാണ്. അപ്പോൾ ഇത് 2024 E20 ഫ്യൂവൽ സപ്പോർട്ടഡ് ആണ്. OBD2 സെൻസർ വരുന്ന പുതിയ ലേറ്റസ്റ്റ് മോഡൽ 150cc ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടേണ്ടതാണ്. പുതിയതായിട്ട് വരുന്ന എല്ലാ സ്കൂട്ടേഴ്സിൻ്റെയും മോട്ടോർ സൈക്കിൾസിൻ്റെയും വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ വേറെ ലാഗ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മിറർ വരുന്നത് ആ ക്ലാസിക് ആയിട്ടുള്ള പൾസറിൻ്റെ ഡിസൈനിലുള്ള സിംഗിൾ ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിററാണ് വരുന്നത്. വൈസർ, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വളരെ ഫ്ലെക്സിബിൾ ആണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബോഡി ഗ്രാഫിക്സ് നമ്മുടെ പൾസർ 150ക്ക് വരുന്നുണ്ട്. നോർമൽ ആ ഗ്ലോസി ബ്ലാക്ക് കളറിൻ്റെ കൂടെ ബ്ലൂ കളർ അല്ലെങ്കിൽ റെഡ് കളർ അല്ലെങ്കിൽ സിൽവർ കളർ 3 കളറിലാണ് വണ്ടി വരുന്നത്. കൂടാതെ അഡീഷണൽ ആയിട്ട് മാറ്റ് ബ്ലാക്കിൻ്റെയും കാർബൺ ഫൈബറിൻ്റെയും ഗ്രാഫിക്സ് അംശങ്ങൾ കൂടുതൽ വണ്ടിയിൽ വരുന്നുണ്ട്. ഹാലജൻ ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് പൈലറ്റ് ലൈറ്റിനായിക്കോട്ടെ ഹെഡ് ലൈറ്റിനായിക്കോട്ടെ യെല്ലോ കളർ ഹാലജൻ ലൈറ്റ്സ് ആണ് നമ്മുടെ പൾസർ 150 ട്വിൻ ഡിസ്കിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടി തട്ടിയാലും മുട്ടിയാലും ഒന്നും വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ വളഞ്ഞു പോകത്തില്ല. വളരെ അട്രാക്റ്റീവായിട്ടുള്ള കാർബൺ ഫൈബർ ഗ്രാഫിക്സ് ഉള്ള ഫ്രണ്ട് മഡ് ഗാർഡാണ് പൾസർ 150ക്ക് വരുന്നത്. ഡ്യുവൽ കളർ മഡ് ഗാർഡാണ്. ചെളി കൂടുതൽ വരുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അതിന് മാറ്റ് ബ്ലാക്ക് കളറായിരിക്കും വരിക. 37 mm വീതിയുള്ള ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് വണ്ടിക്ക് നൽകുന്നത്. വളരെ സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാണ്ട് സഹായിക്കുന്നതാണ്. 280 mm ആണ് ഡിസ്ക് ബ്രേക്കിൻ്റെ വീതി. കൂടാതെ ഡ്യുവൽ ചാനൽ ABSും വാഹനത്തിന് വരുന്നുണ്ട്. ഫ്രണ്ട് ടയർ വരുന്നത് 90-17 MRFൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആയിരിക്കും വരുന്നത്. അതുകൂടാതെ ഷോക്കപ്പിലും ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട്. ഡ്യുവൽ ഹോൺസ് വരുന്നുണ്ട്. കൂടാതെ വൈഡ് ആയിട്ടുള്ളൊരു ലെഗ് ഗാർഡ് വരും. എൻജിൻ കൗളും അഡീഷണൽ ആയിട്ട് 150 ഡ്യുവൽ ഡിസ്കിന് മാത്രമേ വരുന്നുള്ളൂ. എൻജിൻ കൗളിലും വണ്ടിയുടെ പോലെ തന്നെ സെയിം മാറ്റ് ബ്ലാക്ക് കളറും ബോഡി കളറിൻ്റെ അംശമുള്ളതുമായ ബോഡി ഗ്രാഫിക്സ് വരുന്നതാണ്. ഈ വാഹനത്തിന് കിക്കർ വരുന്നില്ല. ഡ്യുവൽ ഡിസ്ക് വരുമ്പോൾ കിക്കർ ഉണ്ടാവില്ല. അതൊരു നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ സമയം ഡ്യുവൽ ഡിസ്ക് അല്ലാതെ ഫ്രണ്ട് മാത്രം ഡിസ്ക് വരുന്ന മോഡലിന് കിക്കർ അവൈലബിൾ ആണ്. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വരും. എൻജിൻ ടെക്നോളജി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ചെറിയ ചെറിയ ഫീച്ചേഴ്സ് മാറും. അതെന്തൊക്കെയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ബോഡി ഗ്രാഫിക്സ് എടുത്ത് പറയാവുന്നതാണ്. വൈസർ തൊട്ട് നമ്മുടെ സൈഡ് കവർ, അതുപോലെ തന്നെ പെട്രോൾ ടാങ്ക്, സൈഡ് കൗള്, അങ്ങനെ തുടങ്ങി ടെയിൽ ലൈറ്റിൽ അവസാനിക്കുന്ന അടിപൊളി ബോഡി ഗ്രാഫിക്സ് ബൈക്കിന് വരുന്നുണ്ട്. പൾസറിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ വലിയ ഫ്യൂൽ ടാങ്കാണ്. ഏകദേശം 13 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. E20 ഫ്യൂവൽ സപ്പോർട്ടറാണ്. 20% എത്തനോൾ അടങ്ങിയ പുതിയ ജനറേഷൻ ഫ്യൂവൽ നമുക്ക് ഈ വാഹനത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. അഡീഷണൽ ആയിട്ടൊരു ടാങ്കിൻ്റെ ഗാർഡ് വരുന്നുണ്ട്. പിന്നെ സ്വിച്ചസ് എല്ലാം വളരെ എർഗണോമിക്കാണ്. അത് ക്ലാസിക്കായിട്ട് പഴയ മോഡൽ വരുന്ന സെയിം ടു സെയിം സ്വിച്ചസ് ആണ്. ഇതാണ് ക്ലാസിക്കായിട്ട് വരുന്ന ആ പൾസറിൻ്റെ കീ വരുന്നത്. 2 കീയും ടാഗും നമ്മുടെ വണ്ടിയുടെ കൂടെ അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ മീറ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ സെമി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്ററാണ് വാഹനത്തിന് വരുന്നത്. ഇടത്തെ സൈഡിൽ വരുന്നത് സ്പീഡോ മീറ്റർ ആണ്. കൂടാതെ എഞ്ചിൻ മാൽ ഫംഗ്ഷൻ ബട്ടൺ വരും. പിന്നെ അത് കൂടാതെ 1-2 ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഡിസ്റ്റൻസ് ടു എംടി എന്നൊരു ഫീച്ചറാണ്. അതായത് ഉള്ള ഫ്യൂൽ വെച്ചിട്ട് വണ്ടി എത്ര കിലോമീറ്റർ ഓടും എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരും. ആവറേജ് റൺ, അതായത് കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ഓടിച്ചപ്പോൾ നമുക്ക് ആവറേജ് എത്ര മൈലേജ് കിട്ടി എന്ന് വാഹനത്തിൽ കാണിക്കും. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് 2 റണ്ണിലെ മൈലേജ് എത്ര കിട്ടിയെന്ന് വാഹനത്തിന് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, ന്യൂട്രൽ ലൈറ്റ്, ഡിം ബ്രൈറ്റ്, ABSൻ്റെ വാർണിംഗ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും സെൽഫ് സ്വിച്ചും ആണ് വലത്തെ സൈഡിൽ വരുന്നത്. വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 149cc ആണ് പവർ വരുന്നത്. 14 bhp പവർ വരും. 13.2 Nm ടോർക്ക് വരുന്നുണ്ട്. 4 സ്ട്രാക്ക് ഡ്യുവൽ വാൽവ് ട്യൂൺ സ്പാർക്ക് BS6 എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 115 km/h ആണ് ടോപ്പ് സ്പീഡ്. മൈലേജ് ഒരു 50-55 ഇടയിൽ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. 2024 മോഡലായപ്പോൾ എഞ്ചിൻ്റെ നോയ്സ് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ബജാജ് നമുക്ക് ട്വിൻ ഡിസ്ക് പൾസർ 150 മോഡലിന് തരുന്നത്. കൂടാതെ സൈഡ് സ്റ്റാൻഡ് റിമൈൻഡർ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ആവുള്ളൂ. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിജിറ്റൽ മീറ്ററിൽ കാണിക്കും. എഞ്ചിൻ കൗൾ വരുന്നുണ്ട്. സിംഗിൾ ഡയറക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫ്രണ്ടും ബാക്കും ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ചെയിൻ കവറാണ് ബൈക്കിന് വരുന്നത്. സൈഡ് കവറിലും ഇതുപോലെ തന്നെ കാർബൺ ഫൈബറിൻ്റെ ബോഡി ഗ്രാഫിക്സ് വരും. സീറ്റ് കവറിൽ 150യുടെ ബാഡ്ജിങ്ങും അതുകൂടാതെ മാറ്റ് ബ്ലാക്ക് കളറിൽ ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സസ്പെൻഷനാണ്. ബാക്ക് സൈഡ് സസ്പെൻഷൻ വരുന്നത് 5 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എൻഡ്യൂറൻസ് എന്ന ബ്രാൻഡിൻ്റെ നൈട്രോക്സ് ഫീൽഡ് സസ്പെൻഷനാണ്. നമുക്ക് ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ 5 പോയിൻ്റ് ആവശ്യം പോലെ
അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് നൈട്രോക്സ് ഫില്ല് ചെയ്തുള്ള ട്യൂബാണ് ആ കാണുന്നത്. പിന്നെ മറ്റൊരു എടുത്ത് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ചെയിൻ കവറാണ്. ഓപ്പൺ ടൈപ്പ് ചെയിൻ കവറാണ് വാഹനത്തിന് വരുന്നത്. പക്ഷേ ഡ്യുവൽ ഡിസ്ക് അല്ലാത്ത മോഡലിന് ഫുള്ള് കവേർഡ് ആയിട്ടുള്ള ചെയിൻ കവർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയിനിൻ്റെ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ലൂബൊക്കെ അടിച്ച് വൃത്തിയായിട്ട് ചെയിൻ കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു എടുത്ത് പറയാവുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റാണ്. സ്പ്ലിറ്റ് സീറ്റാണ് നമ്മുടെ പൾസർ 150 ഡ്യുവൽ ഡിസ്കിന് വരുന്നത്. കൂടാതെ അതിൻ്റെ ഗ്രാബ് റെയിലും സ്പ്ലിറ്റ് ആയിട്ട് വരും. ബാക്കി എല്ലാ മോഡൽസിനും സിംഗിൾ ഡിസ്കിന് മോഡൽസിനും എല്ലാത്തിനും ജോയിൻ്റ് ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ് വരുന്നത്. ടെയിൽ ലൈറ്റ് എല്ലാ മോഡലും സെയിം ടു സെയിം ആണ്. LED ടൈപ്പ് ടെയിൽ ലൈറ്റാണ് വരുന്നത്. ബാക്ക് സൈഡും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അടിപൊളി ഇൻഡിക്കേറ്റേഴ്സ്, യെല്ലോ കളറുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ബജാജ് തരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ സൈലൻസറാണ്. ബാരൽ ടൈപ്പ് സൈലൻസറാണ് വാഹനത്തിന് വരുന്നത്. ഞാൻ അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. DTSI ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കാർബറേറ്റർ മാറി ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് ബൈക്കിന് വരുന്നത്. അപ്പോൾ നമുക്ക് 2 ലിറ്റർ ഫ്യൂവൽ എന്തായാലും വാഹനത്തിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. ബാക്ക് സൈഡ് ടയർ കുറച്ചുകൂടി വണ്ണുള്ള ടയറാണ്. ട്രാക്ക് ടയർ പോലെ കുറച്ചുകൂടി ഗ്രിപ്പുള്ള ടയറാണ്. 120/80/17 MRFൻ്റെ ടയറാണ് സാധാരണ വരുന്നത്. കൂടാതെ ബാക്ക് സൈഡും ഡിസ്ക് ബ്രേക്ക് വരും. ABS ഡ്യുവൽ ചാനൽ ABS നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 2005 തൊട്ട് റോഡിലുള്ള ബൈക്കാണ് ബജാജ് പൾസർ 150. അതിനുശേഷമാണ് 180 വന്നു തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് അതുപോലെ തന്നെ പവർ ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തലമുറകളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. പൾസർ ഓടിക്കാത്ത എൻ്റെ വ്യൂസ് വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും നല്ല നടുനിവർത്തിയിരുന്ന് ലോങ് റൈഡ് ചെയ്യാവുന്ന അത്യാവശ്യം ഭേദപ്പെട്ട മൈലേജ് കിട്ടുന്ന ഒരു ബൈക്കാണ്. 1.5 ലക്ഷം രൂപയെ ഇതിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ബൈക്ക് നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ചോയ്സാണ് ബജാജ് പൾസർ ഡ്യുവൽ ഡിസ്ക് മോഡൽ. ഡ്യുവൽ ഡിസ്കും നോർമൽ അതുപോലെ തന്നെ ABS സിംഗിൾ ചാനൽ ABS വരുന്ന സാധാരണ വണ്ടി തമ്മിൽ 5000 രൂപ ഡിഫറൻസേ വരുന്നുള്ളൂ. നിങ്ങൾ എന്തായാലും ഡ്യുവൽ ഡിസ്ക് എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ്. നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.